ഞാൻ ഒരിക്കലും സ്ത്രീകളെ അവഹേളിക്കുകയോ ആക്ഷേപിക്കുകയോ അവരെ എഴുത്തിക്കിട്ടുകയോ ചെയ്യുന്ന കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ്. ഞാൻ കായംകുളം നഗരസഭയിലെ കൗൺസിലറും വൈസ് ചെയർമാനുമായിട്ടിരുന്ന ആളാണ്. എൻ്റെ പ്രവർത്തനങ്ങളിൽ നാളിതുവരെ അത്തരത്തിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ അതല്ലാതെ ആളുകൾക്ക് പോലും അങ്ങനൊരു പരാമർശമുള്ളതായി നാളിതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. ആ പ്രതികരണത്തിൽ പറഞ്ഞതേ, താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ വാക്ചാതുര്യവും മെയ്യഴകും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായാണ് പ്രതിഭയെക്കുറിച്ച് അതിൽ പറയുന്നത്. ഒരിക്കലും അങ്ങനൊരു മീനിങ്ങിൽ ഞാൻ പറയേണ്ടുന്ന കാര്യമില്ല അവരെ. കാരണം അങ്ങനെ പറയുന്ന ആളുമല്ല, അവർക്ക് എന്നെയും അറിയാവുന്ന ആളാണ്. ഒരിക്കലും ആ പ്രസംഗത്തിൽ, ഇലക്ഷൻ്റെ പ്രസംഗത്തിൽ അത്തരത്തിലൊരു പരാമർശത്തിൻ്റെ ആവശ്യം അവിടെ എന്താ? അത് പിന്നെ എങ്ങനെയാണിതുണ്ട്? നാട്യം കൊണ്ട് എം ഡി ജോയിന് പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കുന്ന അത്തരത്തിലൊരു പരാമർശം എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ആ പ്രസംഗത്തിലെ എക്സാക്റ്റ് ഉള്ള വാക്യം, അതായത് കൃത്യമായിട്ടുള്ള പദങ്ങൾ ഇതാണ്: വാക്ചാതുര്യവും അതോടൊപ്പം തന്നെ ശാരീരികമായുള്ള അഴകും വിൽപ്പനയ്ക്ക് സെയിൽ വെച്ചു എന്നുള്ള അതൊക്കെ ആ പരാമർശങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നിന്ന് അടർത്തിയെടുത്ത ചില വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇതല്ലാതെ അല്ല. മനസ്സിലായില്ലേ? അത് തന്നെ, അതെന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനൊരു വാക്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അഥവാ ഞാൻ പറയാൻ മനസ്സിലായില്ല, ഞാൻ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആ രീതിയിലൊരു അർത്ഥം അതിന് വന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിനെനിക്കൊരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അങ്ങനെ ഒരു സ്ത്രീയെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മാപ്പർഹിക്കേണ്ട കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അത് വെച്ചിട്ട് ഞാൻ പറയുന്നു. അത് വെച്ചിട്ട് അല്ല, അത് തീർച്ചയായിട്ടും അത് പ്രൂഫ് ചെയ്യുമ്പോൾ ഉള്ള വിഷയമാണ്. അത് വെച്ചിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കാം. അല്ല, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അതിനിപ്പോൾ അതിനുള്ള അവകാശം അവർക്കുണ്ട്. അങ്ങനെ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിയമപരമായി പോയാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത്. തീർച്ചയായും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പാർട്ടിയുടെ ആളുകളുമായിട്ട് അവർക്കെല്ലാം ബോധ്യമുള്ളതാണ്. ആയിരിക്കുന്ന പ്രസംഗങ്ങളിൽ ആരും തന്നെ എല്ലാവരും എന്നെ വിളിച്ചിപ്പോൾ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു പരാമർശം പറഞ്ഞു, എവിടാണത് പറഞ്ഞതെന്നാണ്. ആ പ്രസംഗത്തിൽ ഇപ്പോൾ അവിടെ ഇരുന്ന ഒരു വലിയ ജനാവലി ഉണ്ടായിരുന്നു. ആ ജനാവലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും എന്നോട് ചോദിക്കുകയാണ്, എവിടാണ് ഈ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത് എന്നാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. അതായിക്കോട്ടെ, തീർച്ചയായിട്ടും അവർ പരിശോധിക്കട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ബോധപൂർവ്വം അങ്ങനെ ഒരാളിനെയും ആക്ഷേപിക്കുകയോ പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളെ അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരാളല്ല. എൻ്റെ പൊതുജീവിതത്തിനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് എം ഇർഷാദ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.